അങ്ങനെ അജിത്ത് നായകിനെ തിയേറ്ററിലേക്ക് റിലീസിന് എത്താണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഗുഡ് ബാഡ് അഗ്ലി എന്ന ചിത്രം. ഈ ഒരു ചിത്രം വരുന്ന ഏപ്രിൽ 10 തിയേറ്ററിലേക്ക് റിലീസിന് എത്തുന്നത്. അജിത്തിന്റെയും തൃഷയുടെ ആയിട്ടുള്ള ഏറ്റവും പുതിയ റൊമാൻറ്റിക്കൽ സോങ് ഉടനെ തന്നെ പുറത്തിറങ്ങുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. വിടാമുയർച്ച ചിത്രത്തിൽ ഒരു ക്ലാസ് റൊമാൻറ്റിക്കൽ സോങ് ആണെങ്കിൽ ഈ ഒരു ചിത്രത്തിൽ ഒരു മാസ് റൊമാൻറ്റിക്കൽ സോങ് ആയിരിക്കുമെന്നും ഇപ്പോൾ ഓൾമോസ്റ്റ് ഈ ഒരു ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ്. സൂര്യനായകൻ ഇനിയും പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് അദ്ദേഹത്തിന്റെ 45ാമത്തെ ചിത്രം. ഈ ഒരു ചിത്രത്തിലെ ഏറ്റവും പുതിയൊരു ഗ്രാൻഡ് ആയിട്ടുള്ള സോങ്ങിൽ തൃഷയും ഉണ്ടായിരിക്കുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി ഏകദേശം ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിട്ടുണ്ട്. ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് ഈ വർഷം അവസാനമായിട്ടോ അല്ലെങ്കിൽ അടുത്ത വർഷം തുടക്കമൊക്കെ ആയിട്ട് പ്രതീക്ഷിക്കാമെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് ചിത്രത്തിന്റെ ടീമിന്റെ ഭാഗത്തു നിന്ന് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത്. സലാർ ചിത്രം തിയേറ്ററിലേക്ക് റിലീസിനെത്തിയ സമയത്ത് വലിയ വിജയമായ എന്ന് പറഞ്ഞാൽ ഒരു 600-650 കോടി റേഞ്ചിലൊക്കെ ചിത്രത്തിന്റെ കളക്ഷൻ നേടിയെങ്കിലും വലിയ രീതിയിലുള്ള അഭിപ്രായമോ അല്ലെങ്കിൽ അതിലും വലിയ കളക്ഷൻ ഒന്നും നേടിയെടുക്കാൻ സാധിച്ചില്ല. വലിയൊരു പോസിറ്റീവ് റെസ്പോൺസ് നേടിയെടുക്കാൻ സാധിച്ചില്ല. പക്ഷേ OTT-യിലൊക്കെ എത്തിയ സമയത്ത് വലിയ രീതിയിലുള്ള പ്രശംസയൊക്കെ ഈ ഒരു ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് പലവരും ഒന്ന് വിഷമിച്ച കാര്യമായിരുന്നു ഈ ഒരു ചിത്രം തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയില്ലായിരുന്നല്ലോ എന്ന്. നാളെ ഈ ഒരു ചിത്രത്തിന്റെ 1ാം ഭാഗം തന്നെ സലാർ ചിത്രം റിലീസായി തിയേറ്ററിലേക്ക് റിലീസിന് എത്തുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. കേരളത്തിൽ അങ്ങനെ വലിയ റിലീസിന് ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. ആന്ധ്രാപ്രദേശിലൊക്കെയാണ് ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് കൂടുതലായി നടക്കുക എന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. അവിടെ ആയാലും ബുക്കിംഗ് വലിയ രീതിയിലുള്ള ഒരു തരംഗമൊക്കെ സലാർ ചിത്രം ഇപ്പോൾ ഉണ്ടാക്കുന്നുണ്ട്. 1ാം ഭാഗം റിലീസിന് എത്തിയിട്ട് റിലീസിന് എത്തുന്ന സമയത്ത് തന്നെ ലാലേട്ടൻ നായകനെ തിയേറ്ററിലേക്ക് റിലീസിന് എത്താണ്ടിരിക്കുന്ന ഒരു മോസ്റ്റ് അവൈറ്റിംഗ് ചിത്രമാണ് പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത് ഒരുക്കുന്ന എമ്പുരാൻ എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ബുക്കിംഗ് ഇന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ചിത്രത്തിന്റെ റെക്കോർഡുകളൊക്കെ റിലീസിന് മുമ്പേ തന്നെ പല ചിത്രങ്ങളുടെ റെക്കോർഡ് ഈ ഒരു ചിത്രം തകർക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇന്ന് തന്നെ ചിത്രത്തിന്റെ ബുക്കിംഗ് ഓപ്പൺ ചെയ്തപ്പോൾ ഏകദേശം ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റ മലയാള ചിത്രങ്ങളിൽ 5ാം സ്ഥാനത്ത് മാർക്കോ എന്ന ചിത്രമായിരുന്നു. 1.25 ലക്ഷത്തോളം ടിക്കറ്റ് ആയിരുന്നു അന്ന് ചിത്രത്തിന്റെ വിറ്റുപോയിട്ടുള്ളത്. 4ാം സ്ഥാനം സ്വന്തമാക്കിയിട്ടുള്ള ടർബോ എന്ന ചിത്രമായിരുന്നു. 1.5 ലക്ഷത്തോളം ടിക്കറ്റ് ആയിരുന്നു ചിത്രത്തിന്റെ വിറ്റുപോയിട്ടുള്ളത്. 3ാം സ്ഥാനം സ്വന്തമാക്കിയിട്ടുള്ളത് ലാലേട്ടന്റെ മലൈക്കോട്ടെ വാലിബൻ എന്ന ചിത്രമായിരുന്നു. 2 ലക്ഷത്തോളം ടിക്കറ്റ് ആയിരുന്നു ചിത്രത്തിന്റെ വിറ്റുപോയിട്ടുള്ളത്. 2ാം സ്ഥാനത്ത് പൃഥ്വിരാജിന്റെ തന്നെ ഗോഡ് ലൈഫ് അല്ലെങ്കിൽ ആട് ജീവിതം എന്ന ചിത്രമായിരുന്നു. ഏകദേശം 3 ലക്ഷത്തോളം ടിക്കറ്റ് വിറ്റുപോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ എമ്പുരാൻ ചിത്രം ഏകദേശം 3.5 ലക്ഷത്തിന് മേളിൽ ടിക്കറ്റ് വിറ്റുപോയിരിക്കുകയാണ് ബുക്ക് മൈ ഷോ വഴി. കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ പ്രീസെയിൽ കളക്ഷനായി ഏകദേശം 4 കോടി രൂപയ്ക്ക് മുകളിൽ തന്നെ ഇപ്പോൾ തന്നെ റിലീസിന് കുറെ ദിവസം മുമ്പേ തന്നെ ഇപ്പോൾ നേടിയെടുക്കാൻ സാധിച്ചിരിക്കുകയാണ്. ഇനിയും ചിത്രത്തിന് വലിയ രീതിയിൽ പ്രീസെയിൽ കളക്ഷൻ കയറാനുള്ള ചാൻസും കാണുന്നുണ്ട്. അങ്ങനെ എമ്പുരാൻ ചിത്രം വലിയ രീതിയിൽ തന്നെ റെക്കോർഡുകൾ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാണുമ്പോൾ തന്നെ ലാലേട്ടന്റെ കരിയറിൽ തന്നെ വലിയൊരു വിജയമായി മാറട്ടെ എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ചിത്രത്തിന്റെ ഫസ്റ്റ് ഡേ മുതലുള്ള റെസ്പോൺസിന്റെ ബേസിലിരിക്കും ഇനി വരുന്ന കളക്ഷൻ ആയാലും. എന്തായാലും എമ്പുരാൻ ചിത്രത്തെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക.